റബീഉൽ ആഖിർ മാസം അത് ഔലിയാക്കന്മാരുടെ മാസമാണ്. അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരാകുന്ന വലിയകളെ അവരെ അടുത്തറിയാനും അവരെ മനസ്സിലാക്കാനും അവരെ പഠിക്കാനും അവരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും അവരുടെ പേരിലുള്ള സദസ്സുകൾ അത് സംഘടിപ്പിക്കാനും അതിലൊക്കെ ഒരുമിച്ച് കൂടാനും ഒക്കെ നമുക്ക് പ്രചോദനമായിട്ടാണ് പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസം നമ്മിലേക്ക് കടന്നു വരുന്നത്. വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔലിയാത്ത് അല്ലെങ്കിൽ വലിയകൾ എന്ന് പറഞ്ഞ ആത്മീയ ലോകത്തെ രാജാക്കന്മാരാണ്, സൂര്യ തേജസ്സുകളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവർക്ക് ഏറ്റവും വലിയ പവർ ലഭിക്കുന്നത്, ശക്തി ലഭിക്കുന്നത് അത് പടച്ച റബ്ബുമായിട്ടുള്ള ബന്ധത്തിലൂടെ, ആഴമേറിയ കുർബത്തിലൂടെ, അടുപ്പത്തിലൂടെ ആത്മാവിന് ലഭിക്കുന്ന ഒരു പവറാണ്. അതാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പവർ, ശക്തി എന്നാണ്. അതിന് പരിധിയില്ല എന്നാണ്. മറ്റെല്ലാത്തിനും പരിധികളുണ്ട്. ഇന്ന് പുതിയ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം സയൻസും ടെക്നോളജിയും ഒക്കെയാണ് പവറിന്റെയും അധികാരത്തിന്റെയും ശക്തിയുടെയും ഒക്കെ മാനദണ്ഡമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സയൻസിന്റെ ടെക്നോളജിയുടെ പുതിയ പുതിയ സാധ്യതകൾ ആരാണോ ഏറ്റവും കൂടുതൽ കൈവശപ്പെടുത്തിയിട്ടുള്ളത് അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേൽ എന്ന കാട്ടാള രാജ്യം ഫലസ്തീനിലെ കൂട്ടക്കൊല അവസാനിപ്പിക്കാത്തത്. നമ്മളെ ചോദ്യം ചെയ്യാൻ, നമ്മെ തിരുത്താൻ ഇന്ന് ലോകത്ത് ആർക്കും സാധ്യമല്ലാത്ത നിലക്കുള്ള പവറിന്റെ, ശക്തിയുടെ ഉടമകളാണ് ഞങ്ങൾ എന്നുള്ള ധിക്കാരവും അഹങ്കാരവുമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആത്മീയമായ പവർ, അതാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ ശക്തി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള, പടച്ചവനോടുള്ള ആഴത്തിലുള്ള അടുപ്പത്തിലൂടെ, കുർബത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന, നമ്മുടെ ആത്മാവിന് ലഭിക്കുന്ന ഒരു വല്ലാത്ത പവർ. അതൊരു അത്ഭുത പവറാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധ്യമാകാത്ത കാര്യങ്ങൾ ഉണ്ടാകില്ല, ചെറുതും വലുതും. നമ്മുടെ തലയിൽ ഒരു ചെറിയ വേദന വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി വിദഗ്ധമായ ചെക്കപ്പുകൾ നടത്തി അവസാനം ഡോക്ടർ പറയാണ് ഒരു ചെറിയ സർജറിയിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടും, ഗുരുതരമായ ഒരു അസുഖത്തിന്റെ തുടക്കമാണ് അല്ലെങ്കിൽ അസുഖമാണ്. ഒരു സർജറിയിലൂടെ, ചെറുതോ അല്ലെങ്കിൽ മേജറോ ആയ ഒരു സർജറിയിലൂടെ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത സമാധാനം, നമ്മുടെ മനസ്സിന് വല്ലാത്ത സമാധാനം. ആ സമാധാനം നമുക്ക് ലഭിച്ചത് എവിടുന്നാണ്? അത് നമ്മുടെ കൽബിന്റെ, നമ്മുടെ മനസ്സിന്റെ പവറൊന്നുമല്ല. ആ ഡോക്ടറുടെ വാക്കിലൂടെ നമുക്ക് ലഭിച്ച ഒരു ആത്മവിശ്വാസം മാത്രമാണ്. മെഡിക്കൽ സയൻസിന്റെ സാധ്യതകളിലൂടെ നമുക്ക് ലഭിച്ച, ആ ഡോക്ടറുടെ വാക്കിലൂടെ നമുക്ക് ലഭിച്ച ഒരു ആത്മവിശ്വാസമാണ്. അതിനുശേഷം ഇനി പ്രതീക്ഷയില്ല, ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ട് കാര്യമില്ല.
ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്നാണ് ആ ഡോക്ടർ പറയുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് തകർന്നു പോകും. കാരണം ആ ഡോക്ടറുടെ വാക്കിൽ നിന്ന് നമുക്ക് ലഭിച്ച പ്രതീക്ഷ അവിടെ അസ്തമിച്ചു. നമ്മുടെ മനസ്സിന് ആത്മാവിന് പവറില്ലാത്തതിന്റെ കുഴപ്പമാണത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞാലും ഇനി പ്രതീക്ഷയില്ല എന്ന് ഡോക്ടർ പറഞ്ഞാലും ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കൽബ്, ഒരു മനസ്സ്, അത് അല്ലാഹുവിനോടുള്ള പടച്ചവനോടുള്ള അടുപ്പത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരാരാണ്? ലാ ഖൗഫുൻ അലൈഹിം, ഭയാശങ്കകളില്ലാത്തവരാണ്. ഒരു പേടിയില്ല അവർക്ക്, ഭയമില്ല. എന്തിനെ പറ്റി? ഭാവിയെ പറ്റി, ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി അവർക്കൊരു ഭയമില്ല. വലാ ഹും യഹ്സനൂൻ, ഒരു ദുഃഖവും അവർക്കില്ല, ഒരു സങ്കടമില്ല. എന്തിനെ പറ്റി? കഴിഞ്ഞു പോയതിനെ പറ്റി, വരാനുള്ളതിനെ പറ്റി ഒരാശങ്കയില്ല. കഴിഞ്ഞു പോയതിനെ പറ്റി ഒരു പേടിയും അവർക്കില്ല. അവർക്കൊരു വിഷമമില്ല, സങ്കടമില്ല കഴിഞ്ഞു പോയതിനെ പറ്റി. അങ്ങനെയുള്ള അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അങ്ങനെ മനസ്സിന് അങ്ങനെ ഒരു പവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അല്ലാതെ പച്ച ഷാളിട്ട് ആകാശത്തിലൂടെ പറക്കുന്നവർ, അതല്ല വലിയന്റെ അടയാളം എന്നുള്ളത്. വലിയന്റെ അടയാളം അതല്ല. ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം, അത്രേ ഉള്ളൂ. ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിനോട് അടുത്തടുത്തടുത്ത് മനസ്സിന് വല്ലാത്ത ഒരു പവർ, ഒരു ശക്തി ലഭിക്കുന്ന ആളുകൾ, ആത്മാവിന് വല്ലാത്ത ഒരു ഖുവ്വത്ത് ലഭിക്കുന്ന ശക്തി ലഭിക്കുന്ന ആളുകൾ, അത് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഈ പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ വേണ്ടി വരുന്നവർക്കിടയിൽ, എന്റെ മുന്നിൽ ഇരിക്കുന്നവർക്കിടയിലും അള്ളാഹുവിന്റെ അടുക്കൽ വിലായത്തിന്റെ പദവിയുള്ള ആളുകളുണ്ടാകും. അവർ നമുക്കിടയിൽ, ആളുകൾക്കിടയിൽ സാധാരണക്കാരായിരിക്കും. ഒരത്ഭുതം അവരിൽ നിന്നില്ല. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കുടുംബജീവിതം നയിച്ച് നടക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ പടച്ചവന്റെ മുന്നിൽ വിലായത്തിന്റെ അവകാശികളായിരിക്കും. നമ്മുടെ തൊട്ടടുക്കൽ ഈ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ കാരണവന്മാരുടെ കൂട്ടത്തിലും ആ പദവി അലങ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരുടെ ഖബറിന്റെ ഉള്ള സ്വർഗ്ഗമായിരിക്കും പോകും. അവര് ജീവിച്ചത് അങ്ങനെയാണ്. അവര് കടന്നുപോയത് സാധാരണക്കാരായിരിക്കും, സാധാരണക്കാരായി ജീവിച്ചവരായിരിക്കും. ഒരു വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ്? അൽ മുവാദിബു അല ത്വആത്ത്, ഇബാദത്തുകളിൽ നിത്യമായവർ. ഇബാദത്തുകളിൽ, പടച്ചവനോടുള്ള ആരാധനയിൽ ഒരു വിട്ടുവീഴ്ച അവർക്കില്ല. ഇബാദത്തുകളിൽ നിത്യമായവർ. അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാത്തി മിനൽ ലദ്ദാത്തി വശ്ശഹവാത്ത്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുന്നവർ. തെറ്റുകുറ്റങ്ങൾ, പാപങ്ങളിൽ നിന്ന്, കളിതമാശകളിൽ നിന്ന്, ഭൗതികമായ ആസ്വാദ്യങ്ങളിൽ നിന്ന് എല്ലാം പരിപൂർണമായി സമ്പൂർണമായി മാറി നിൽക്കുന്ന ആളുകൾ. വലിയ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ബലമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം അതാണ്. കൃത്യമായി ഇത്ര കാരണവന്മാർ ആ വിഷയത്തിലൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ച് കടന്നുപോയ ആളുകളുണ്ട്. അല്ലാഹു അവരെയും നമ്മെയും പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വലിയെന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും സ്വഭാവവും അതാണ്. അത്ഭുതങ്ങൾ എന്നുള്ളത് ഉണ്ടായേക്കും,
അത്ഭുതങ്ങൾ ഉണ്ടായേക്കും. ഇബാദത്തിന്റെ വിഷയത്തിൽ, അല്ലാഹുമായിട്ടുള്ള അടുപ്പത്തിന്റെ വിഷയത്തിൽ വലിയ ഉയർന്ന തലത്തിലേക്ക് എത്തുക. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു ഫഇദാ അഹ്ബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ ورجله التي يمشي بها وإن سألني لأعطينه وإن استعاذني لأعيذنه. ഇബാദത്ത് ചെയ്ത്, ആരാധനാ കർമ്മങ്ങൾ ചെയ്ത്, സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് പടച്ചവനോട് അടുത്തടുത്തടുത്ത് അല്ലാഹുവും അവരും തമ്മിൽ അത്ഭുതകരമായ ഒരു ബന്ധത്തിലേക്ക്, കണക്ഷനിലേക്ക് എത്തിച്ചേർന്ന ആളുകൾ, അങ്ങനെ ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാം. അങ്ങനെ എത്തിച്ച അത്ഭുതകരമായ ഒരു ബന്ധം, എന്ത് അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റുന്ന ഉയർന്ന ഒരു തലത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പവർ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹുവും അവരും തമ്മിൽ ഒരു അത്ഭുത ബന്ധം ഉണ്ടായിത്തീരും. അതിന്റെ കാരണം എന്താണ്? ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനോട് അടുക്കുക, നിസ്കരിക്കുക, നോമ്പടിക്കുക, സുന്നത്ത് നോമ്പടിക്കുക, സുന്നത്ത് നിസ്കരിക്കുക, ദിക്ർ ചെല്ലുക, സ്വലാത്ത് ചെല്ലുക, ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ഇബാദത്ത് ചെയ്ത് അല്ലാഹുമായിട്ട് അടുത്ത് ആ നിലയിൽ ഒരു അത്ഭുതകരമായ ബന്ധം എന്ന് പറഞ്ഞാൽ പടച്ചവൻ ചെയ്യും പോലെ ലോകം വിസ്മയിച്ചു പോകുന്ന, ശാസ്ത്രത്തിന് മറുപടിയില്ലാത്ത നിലക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ, കാണിക്കാൻ അല്ലാഹു അവർക്ക് പവർ കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. ശാസ്ത്രം തോറ്റു പോകുന്ന, ശാസ്ത്രത്തിന് മറുപടിയില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കളിമണ്ണ് കൊണ്ട് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിക്കുമായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന സംഗതിയായി പറയുന്നത്. 2025 ഈസാ നബി അലൈഹിസ്സലാം കളിമണ്ണ് കൊണ്ട് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിക്കുമായിരുന്നു, ഉണ്ടാക്കുമായിരുന്നു. ഇന്ന് ഈ 2025 എത്തിയിട്ടും AI ടെക്നോളജി കൊണ്ട് ചില കൃത്രിമങ്ങൾ കാണിക്കാൻ മാത്രമേ ഇന്ന് നമുക്ക് സാധിക്കുന്നുള്ളൂ. ചില കൃത്രിമങ്ങൾ എന്നതിനൊക്കെ പറ്റി പറയാൻ പറ്റും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കളിമണ്ണ് കൊണ്ട് ജീവനുള്ള പക്ഷിയെ ഉണ്ടാക്കുമായിരുന്നു. കുരുടനായ ആളിന് കാഴ്ച കൊടുക്കുമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കുരുടനായ ആളുകൾ ഇന്ന് കണ്ണ് മാറ്റി വെച്ചിട്ടുണ്ട്, ഈ കാഴ്ച കിട്ടും. പക്ഷേ കണ്ണിന്റെ ഞരമ്പ് മുഴുവൻ ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ പറയും ഇനിയൊന്നും ചെയ്യാനില്ല, അവിടെ ഒന്നും ചെയ്യാനില്ല, വേറെ ഒരാളുടെ കണ്ണവിടെ വച്ചിട്ടും കാര്യമില്ല, കാഴ്ച കിട്ടൂല എന്ന് പറയും. ഇന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം കൈകൊണ്ടൊന്ന് തടകുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അല്ലാഹു ആ കൈക്ക് ആ പവർ കൊടുത്തേക്കാണ്. പടച്ചവൻ കൈക്ക് ആ പവർ, ശക്തി കൊടുത്തേക്കാണ്. വെള്ളപ്പാണ്ട് രോഗം ഈസാ നബി അലൈഹിസ്സലാം സുഖപ്പെടുത്തും. വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിലും കൃത്യമായിട്ട് അതിന് മരുന്നില്ല, മെഡിസിൻ ഇല്ലാത്ത രോഗം. അല്ലാഹു കാക്കട്ടെ. പക്ഷേ 2000 വർഷം മുമ്പ് ഈസാ നബി ഒന്ന് തടകിയാൽ മതി. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം. പരിശുദ്ധമായ ഖുർആനാണ്. മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും ബിഇദ്നില്ല, അല്ലാഹുവിന്റെ അനുമതിയോടെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇന്നൊന്നല്ല, ഇത് നൂറ്റാണ്ടുകൾ, 2000 വർഷം മുമ്പ് നടന്ന സംഗതിയാണ്. ഈ ആധുനിക കാലഘട്ടത്തിലും
മരിച്ചുപോയവരെ ജീവിപ്പിക്കാനും മരണത്തെ തോൽപ്പിക്കാനുമുള്ള മരുന്നിന് വേണ്ടിയുള്ള ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ചില ശാസ്ത്രജ്ഞന്മാർ അവരുടെ ശരീരമൊക്കെ മരണത്തിന് ശേഷം സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചിലരുടെ ശരീരങ്ങളൊക്കെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നല്ലെങ്കിൽ നാളെ സയൻസും അതുപോലെ വൈദ്യശാസ്ത്രവും മരണത്തെ തോൽപ്പിക്കുന്ന ഒരു കാലം വരാനുണ്ട്. ആ സമയത്ത് രണ്ടാമത് ജീവിക്കാൻ വേണ്ടി അതൊക്കെ. പക്ഷേ ഇതൊന്നുമില്ലാതെ ഇതെല്ലാം സാധ്യമാക്കിയ പച്ച മനുഷ്യര് കടന്നുപോയിട്ടുണ്ട്. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരുമായി ഒന്നുമില്ല, ഒരു മരുന്നും വേണ്ട, ഒന്നുമില്ലാതെ കൈകൊണ്ടൊന്നും തുടങ്ങിയിട്ട് അത് അള്ളാഹ് കൊടുക്കുന്ന പവറാണ്. പടച്ച റബ്ബ് കൊടുക്കുന്ന ഒരു പവറാണിത്. അള്ളാഹുവിലേക്കുള്ള കുടുംബത്തിലൂടെ, പടച്ചവനോടുള്ള അടുപ്പത്തിലൂടെ, അള്ളാഹും അവരും തമ്മിലുള്ള അത്ഭുതകരമായ ബന്ധത്തിലൂടെ പടച്ചവൻ അവന്റെ റഹ്മത്തായി അവന്റെ ഔദാര്യമായി കൊടുക്കുന്ന അത്ഭുതകരമായ ഒരു കഴിവാണ്. ഇതൊക്കെ സാധ്യമാക്കിയ വെറും പച്ച മനുഷ്യർ. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകി പാറപ്പിച്ച് വിട്ടോവർ. കോഴിയെ പറപ്പിച്ചു വിട്ടിട്ടുണ്ട്, മുള്ളിനോട് പറക്കാൻ പറഞ്ഞു. ഇതൊന്നും കെട്ടുകഥയൊന്നുമില്ല. അള്ളാഹ് കൊടുക്കുന്ന കഴിവാണ്, പടച്ചറബ് കൊടുക്കുന്ന കഴിവാണ്. കള്ളപ്രവാചകനായ അസ്വദുൽ അൻസി എന്ന മനുഷ്യൻ അബൂ മൂസൽ ഖൗലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ അറസ്റ്റ് ചെയ്തിട്ട് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് കൊല്ലാൻ വേണ്ടി. അബൂ മൂസൽ ഖൗലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ പക്ഷേ ആ തീക്കുണ്ടാരത്തിൽ വലിയ തീഗോളത്തിനകത്ത് ഒരു രോമം പോലും കരിയാതെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത് മഹാനവറുകൾ. ബഹുമാനപ്പെട്ട അബൂ മൂസൽ ഖൗലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പോലീസുകാർ ഹസൻ ബസ്രി ഇമാമിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു ചെന്നു. അന്വേഷിച്ചപ്പോൾ വീട്ടിലുണ്ടെന്നുള്ള റിപ്പോർട്ട് കിട്ടി. ഹസൻ ബസ്രി ഇമാം ഫലം യറൗഹു, അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. എല്ലാ റൂമും പരിശോധിച്ചു, വെളിയിലേക്ക് ഇറങ്ങും. അന്വേഷിക്കുമ്പോ ഇല്ല, ആള് വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കും. 6 പ്രാവശ്യം വീട്ടിൽ വന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. വീട്ടിലുണ്ട്, അദൃശ്യനാണ്. മഹാനവറുകൾ വീട്ടിലുണ്ട്, അദൃശ്യനാണ്. അതൊരു വല്ലാത്ത പവർ, അള്ളാഹ് കൊടുക്കുന്ന പവറാണ്, പടച്ച റബ്ബ് കൊടുക്കുന്ന പവറാണ്. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുന്നത് എന്ന് ഏകദേശം 3000 വർഷം മുമ്പാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത്. 50 കിലോമീറ്റർ അപ്പുറമല്ല, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറം മറ്റൊരു രാജ്യത്ത് നിന്ന് ഏകദേശം 3000 വർഷം മുമ്പ് നടക്കുന്ന സംഭവമാണ്. ആര് കൊണ്ടുവരും? ഇഫ്രീത്ത് ജിന്ന് പറഞ്ഞു, ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അതുപോരാ, ആസിഫ് ഇബ്നു ബർഖിയ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനവകൾ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, അങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന സെക്കൻഡുകൾക്കകം ഞാനത് കൊണ്ടുവരാം, അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അത് ലോകത്തെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷനോടുകൂടെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ആ സിംഹാസനം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറേ നിന്ന് കൊണ്ടുവന്നു. ഇത് ശബ്ദത്തിന്റെ വേഗത എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 1235 കിലോമീറ്റർ ആണ് ശബ്ദത്തിന്റെ വേഗത. ഒരു മണിക്കൂർ കൊണ്ട് 1235 കിലോമീറ്റർ. ആ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളും അതുപോലെ മറ്റ് സ്പേസ് വാഹനങ്ങളും ഒക്കെ ഇന്ന് മനുഷ്യർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു മണിക്കൂറിലാണ്. ഒരു മണിക്കൂർ കൊണ്ട് 1235 കിലോമീറ്റർ. ശാസ്ത്രം ജനിച്ചിട്ട് പോലുമില്ലാത്ത കാലഘട്ടത്തിൽ 3000 വർഷം മുമ്പാണ് ആസിഫ് ഇബ്നു ബർഖിയ എന്ന മനുഷ്യൻ കണ്ണടച്ച് തുറക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറേ നിന്ന്
ഈ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ കൊട്ടാരത്തിൽ രാജസദസ്സിൽ ഹാജരാക്കി. ഇതൊക്കെ അള്ളാഹ് കൊടുക്കുന്ന ഒരു പവറാണ്. അതിനൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റൂല. നിഷേധിച്ചാൽ മുസ്ലിമും ആകൂല. ഇതൊക്കെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന സത്യങ്ങളാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൗതികമായ പവറും കഴിവും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനെന്നൊരു പരിധിയുണ്ട്. പക്ഷേ പരിധിയില്ലാത്ത പവർ, ശക്തി എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ആത്മീയമായ പവറാണ്. അത് അല്ലാഹുവിനോടുള്ള അടുപ്പത്തിലൂടെ, കുർബത്തിലൂടെ. ചിലപ്പോൾ നമ്മളൊരു മേജർ സർജറി ചെയ്തിട്ടും ഒരു മാറ്റവും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, അസുഖം മാറിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ആള് മരിച്ചു പോയിരിക്കും. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്. അതിനപ്പുറം ഇനി ചെയ്യാനില്ല, ഇനി അതിനപ്പുറം കൊണ്ടുപോകാനില്ല. പക്ഷെ ഒരു മാറ്റം ഉണ്ടായില്ല. പക്ഷേ പടച്ചവന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമൊന്നും മന്ത്രിച്ചു കൊടുത്താൽ ചിലപ്പോൾ രോഗം മാറും. പടച്ചവന് ഇഷ്ടപ്പെട്ട ആളുകൾ ഒരു ഗ്ലാസ് ഒന്നും വെള്ളമൊന്നും മന്ത്രിച്ചു കൊടുത്താൽ മതി. അത് യാഥാർത്ഥ്യമാണ്. മുസ്ലിം എന്ന നിലക്ക് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു സത്യമാണത്. അത്തരം ആളുകളുണ്ട്. അത് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. അവര് ഏത് കാലഘട്ടത്തിലുമുണ്ട്. അവര് കടന്നുപോയിട്ടുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. എല്ലാ കാലഘട്ടത്തിലുമുള്ളവരാണ്. ചിലപ്പോൾ അവർ വെറും സാധാരണക്കാരായി നമ്മോടൊപ്പം, നമ്മുടെ കൂട്ടത്തിലായിരിക്കും ജീവിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പച്ച ഷാളിട്ട് ഏതെങ്കിലും കൊടുങ്കാടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരോ ആകാശത്തിലൂടെ പറക്കുന്നവരോ ഒന്നും ആയിക്കൊള്ളുന്നില്ല. വെറും സാധാരണക്കാരായി നമ്മോടൊപ്പം നമ്മൾ ചെയ്യുന്ന ജോലികളും പണികളും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന വെറും സാധാരണക്കാരായിരിക്കും ചിലപ്പോൾ. ഈ ഇരിക്കുന്നവരിൽ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാകും. ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തപ്പെട്ട പലരും ഈ പള്ളിക്കാട്ടിൽ സ്വർഗീയ സന്തോഷത്തിൽ കഴിയുന്നവരുണ്ടാകും. ഇതൊക്കെ അള്ളാഹുവിനോടുള്ള, പടച്ചവനോടുള്ള യഥാർത്ഥമായ ഈമാനിലൂടെയും തഖ്വയിലൂടെയും ഖുർബത്തിലൂടെയും മനുഷ്യന് ലഭിക്കുന്ന വല്ലാത്തൊരു പവറും അള്ളാഹുവിന്റെ വലിയൊരു ഇടപെടലും പടച്ചവന്റെ വലിയൊരു സഹായമാണ്. ഫലസ്തീനികൾക്ക് അള്ളാന്റെ സഹായം ലഭിക്കണില്ല, അവർക്കും അള്ളാന്റെ സഹായം ലഭിക്കുന്നുണ്ട്. അവര് കൂട്ടക്കൊലക്ക് വിധേയമാകുന്നു എന്നുള്ളത് സത്യം. പക്ഷെ അള്ളാന്റെ സഹായം ഇപ്പോഴും അവർക്ക് ലഭിക്കുന്നുണ്ട്. UN പൊതുസഭയിൽ 142 രാജ്യങ്ങളാണ് സ്വതന്ത്ര ഫലസ്തീൻ അംഗീകരിച്ചത്. 10 രാജ്യങ്ങൾ മാത്രമേ എതിർത്തുള്ളൂ. അവര് മരിച്ചു വീഴുന്ന ഒരു ഭാഗത്ത് അത് സത്യം. പക്ഷെ മറുവശത്ത് ഇതുവരെ ലഭിക്കാത്ത ഒരു പിന്തുണ ഫലസ്തീൻ എന്ന കൊച്ചു രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ അടക്കം എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. കാരണം പഴയ ഇന്ത്യ അല്ല നമ്മുടെ ഇന്ത്യ എന്ന് നമുക്കറിയാം. നമ്മുടെ വിദേശ നയങ്ങളിലും നിലപാടുകളിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. ആ ഇന്ത്യ അടക്കം 142 രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീനിനെ അംഗീകരിച്ചിട്ടുണ്ട്. 1948 മുമ്പ് ഇസ്രയേൽ ഇല്ല, അന്ന് ഫലസ്തീൻ മാത്രമേ ഉള്ളൂ. അന്ന് ഫലസ്തീനിനുള്ളിൽ ഇസ്രയേലിനെ കുടിയിരുത്തിയത് ബ്രിട്ടനാണ്. ആ ബ്രിട്ടനും ഇന്ന് ഫലസ്തീൻ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഫലസ്തീന്റെ എംബസി അവർ തുറന്നു. അവരുടെ രാജ്യത്ത് ബ്രിട്ടനിൽ ഫലസ്തീന്റെ എംബസി അവര് ബ്രിട്ടനിൽ തുറന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ കൊടും ഭീകരത അവർ നേരിടുന്നു എന്നുള്ളത്, കൂട്ടക്കൊലക്ക് വിധേയമാകുന്നു എന്നുള്ളത്, ലോകത്തെ ഏറ്റവും വലിയ ജയിലായി അവർ മാറുന്നു എന്നുള്ളത്, ഗസ മാറുന്നു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനിടയിലും അല്ലാഹുവിന്റെ സഹായം മറുവശത്തുകൂടെ ഭൗതികമായ നിലക്കും ഒക്കെ അള്ളാന്റെ ഇടപെടലും സഹായവും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്, ഇതുവരെ ഇല്ലാത്ത ലോകത്തിന്റെ പിന്തുണ അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് മറ്റൊരു സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം കൊടുക്കട്ടെ. ഇരിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മുസ്ലിമീങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള അടുപ്പം
എത്രത്തോളം ആഴത്തിലാണോ അതിനനുസരിച്ച് പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്കുണ്ടാകും. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം അത് ഓരോ മർത്തബകൾ മാറി മാറി വിലായത്തിന്റെ വലിയ എന്ന മർത്തബയിലേക്ക്, വലിയ എന്ന മർത്തബയിലേക്ക്, ആ വലിയ സ്ഥാനത്തേക്ക് ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ എത്തിച്ചേരാൻ പറ്റും. ആ നിലക്ക് ഔലിയാക്കന്മാരെ മനസ്സിലാക്കാനും അവരെ പഠിക്കാനും അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാനും പകർത്താനും ഒക്കെയുള്ള ഒരു പ്രചോദനമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വലിന് ശേഷം നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ള പവിത്രമായ റബീഉൽ ആഖിർ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ പിൻപറ്റി ജീവിക്കാൻ, അവരോട് എല്ലാ നിലക്കും ആദരവ് പുലർത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ